ഏറെക്കാലം തിരുവനന്തപുരം നഗരത്തിന്റെ ആകെ വിഴുപ്പലക്കാൻ വിധിക്കപ്പെട്ട വിളപ്പിൽശാല ഗ്രാമം ഇന്ന് ഒരു കുതിച്ചുചാട്ടത്തിന്റെ പാതയിലാണ്. രോഗങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും അകന്ന മാലിന്യം വേർപെടുത്തിയ പ്രണയങ്ങളും വിവാഹങ്ങളും ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഈ മണ്ണിലേക്ക് മടങ്ങിവരികയാണ്. സൂര്യ ന്യൂസ് അന്വേഷണം. കലാപഭൂമിയായിരുന്ന വിളപ്പിൽശാലയിൽ വീണ്ടും പൂക്കാലം. പ്രേമവും കല്യാണവും ഇവിടേക്ക് തിരിച്ചുവരുന്നു. കുഞ്ഞുങ്ങളുടെ കണ്ണുകളിൽ പ്രതീക്ഷയും പ്രത്യാശയും. രോഗവും ആകുലതയും ഇവിടെ നിന്ന് ഒഴിഞ്ഞുപോയി. വിളപ്പിൽശാലയിലെ ജനതയുടെ തിരിച്ചുവരവിന്റെ കഥകൾ. വിളപ്പിൽശാലയിൽ വീണ്ടും പൂക്കാലം. 2012 ഡിസംബർ 12 വിളപ്പിൽശാലയിൽ നിന്ന് അവസാന ചവർവണ്ടിയും പിന്മാറിയ ദിവസം. ഒരു ജനതയുടെ പ്രാണവായുവിനായുള്ള പോരാട്ടത്തിനു മുന്നിൽ അധികാരികളും പോലീസും മുട്ടുമടക്കുകയായിരുന്നു. ചവർ ഫാക്ടറി സർക്കാർ അടച്ചുപൂട്ടിയതോടെയാണ് 1,00,000-ലേറെ വരുന്ന വിളപ്പിൽശാല ജനതയ്ക്ക് വർഷങ്ങൾക്കുശേഷം നേരെ ചൊവ്വെ ഉണ്ണാനും ഉറങ്ങാനുമായത്. മാലിന്യം നഷ്ടമാക്കിയ പ്രണയങ്ങളും കല്യാണങ്ങളുമെല്ലാം ഈ മണ്ണിലേക്ക് മടങ്ങിയെത്തിയിരിക്കുന്നു. ഈ ചവറിൻ്റെ നാറ്റം മാലിന്യം കൊണ്ട് ഉറങ്ങാൻ നോക്കൂല, കാറ്റിൻ്റെ ഇതുകൊണ്ട് പ്രശ്നം വലിയ മാറ്റം. ഒരുപാട് മാറ്റമായി. ഇപ്പം ജീവിക്കാൻ നല്ല ഇതായി, പഴയതുപോലെയായി. ഇപ്പം കഷ്ടപ്പാട് ആകെ കഴിഞ്ഞാൽ പോലെ ഈ ശല്യം എൻ്റെ ഗ്യാസിനില്ലായിട്ട് ഭയങ്കര ശല്യമായിരുന്നു. ഇപ്പം അങ്ങനെ ഒരു ശല്യമൊന്നുമില്ല. രോഗങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും മോചനം നേടി കുട്ടികൾ കൂട്ടത്തോടെ സ്കൂളുകളിലേക്ക് തിരികെ എത്തി. ചവർ ഫാക്ടറിയിൽ നിന്ന് മാലിന്യം വഹിച്ചെത്തിയിരുന്ന നീർച്ചാൽ ഇന്ന് വിഷമുക്തമായിരിക്കുന്നു. മാലിന്യം കവർന്ന കാർഷിക സമൃദ്ധിയും മടങ്ങി വരികയാണ്. ഏറെക്കാലം നിർജീവമായിരുന്ന ഗ്രാമചന്തകൾ സജീവമായത് സമസ്ത മേഖലകളിലെയും മാറ്റത്തിന്റെ സൂചനയാകുന്നു. വിളപ്പിൽശാലയിലേക്ക് ഒരു ജനങ്ങളുടെ ഇപ്പോഴത്തെ ഏറ്റവും വലിയൊരു നേട്ടമെന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള ജനങ്ങൾ മുഴുവൻ ശുദ്ധവായു ശ്വസിക്കുന്നു, ശുദ്ധജലം കുടിക്കുന്നു. ജീവിതം ദുസ്സഹമായതിനെ തുടർന്ന് സമീപ ഗ്രാമങ്ങളിലേക്ക് എല്ലാം ഉപേക്ഷിച്ചു പോയവരെല്ലാം സ്വന്തം മണ്ണിലേക്ക് മടങ്ങിയെത്തി തുടങ്ങി. എങ്ങും പുതിയ വീടുകൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നു. ഗ്രാമം മാലിന്യമുക്തമായതോടെ പ്രദേശത്ത് റിയൽ എസ്റ്റേറ്റ് കച്ചവടവും തകൃതിയായിട്ടുണ്ട്. ഇപ്പോഴത്തെ നിലവാരം നല്ല നിലവാരമാണ്. ഇപ്പോൾ 2 ലക്ഷത്തിന് മുന്നോട്ട് വിലയുണ്ട് സെൻറ്റിന്. മുമ്പാണെങ്കിൽ വസ്തു വാങ്ങാൻ ആൾ വരികയില്ലായിരുന്നു. ഈ ചവർ ഫാക്ടറി പ്രവർത്തന സമയത്ത് ഇവിടെ വസ്തു വാങ്ങാൻ ആൾ വരുന്നില്ലായിരുന്നു. 2 മുതൽ 2.5 ലക്ഷം രൂപ വരെ വില ഈ ഭാഗത്തൊക്കെ വിലയുണ്ട്. നാളുകളായി അടഞ്ഞുകിടന്ന കടകമ്പോളങ്ങളിലേക്ക് കച്ചവടം തിരികെ എത്തിയിരിക്കുന്നു. എന്നേക്കുമായി നഷ്ടപ്പെട്ടുവെന്ന് കരുതിയ ജീവിത സ്വപ്നങ്ങളാണ് വിളപ്പിൽശാല നിവാസികൾക്ക് തിരിച്ചു കിട്ടിയത്. ഒരു യുദ്ധഭൂമിയിലെന്ന പോലെ എല്ലാം പഴയപടിയാകാൻ ഇനിയും സമയമെടുത്തെന്നിരിക്കും. ക്യാമറാമാൻ അനൂപിനൊപ്പം ദിബു കല്ലിയൂർ, സൂര്യ ന്യൂസ്, തിരുവനന്തപുരം. വിളപ്പിൽശാല മാലിന്യമുക്തമായതോടെ ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകൾ പുരോഗതിയിലേക്ക് മടങ്ങുകയാണ്. മാലിന്യം സമ്മാനിച്ച ദുരിതങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും മുക്തിയായി കുട്ടികൾ കൂട്ടത്തോടെ സ്കൂളുകളിലേക്ക് മടങ്ങിയെത്തി തുടങ്ങിയിരിക്കുന്നു. ഇത് വിളപ്പിൽശാല ഗ്രാമപഞ്ചായത്തിലെ ഏക സർക്കാർ UP സ്കൂൾ. മാലിന്യം ദുരിതം വിതച്ച നാളുകളിൽ വെറും 150 കുട്ടികൾ മാത്രമാണ് ഇവിടെ പഠിക്കാനെത്തിയിരുന്നത്. ഏറെ പേരും പകർച്ചവ്യാധികളാലും മറ്റു പ്രത്യേക ജീവിത സാഹചര്യങ്ങളാലും പഠിത്തം അവസാനിപ്പിക്കുകയായിരുന്നു. ഗ്രാമം മാലിന്യമുക്തമായതോടെ കുട്ടികൾ കൂട്ടത്തോടെ ക്ലാസ് മുറികളിലേക്ക് മടങ്ങിയെത്തി. പ്രഥമാധ്യാപകൻ അഗസ്റ്റിന്റെ വാക്കുകളിലേക്ക്. ആ പ്രശ്നങ്ങൾ കാരണം ഇത് നേരത്തെ കുട്ടികളുടെ എണ്ണം ഈ വിദ്യാലയത്തിൽ കുറവായിരുന്നു. ഈ വർഷം 518 കുട്ടികളാണ് വിദ്യാലയത്തിൽ മൊത്തം പഠിക്കുന്നത്. അപ്പോൾ പഠനം അത്ര കാര്യക്ഷമമായി നടത്താൻ കഴിയുന്നില്ലാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ ക്ലാസ് PTAയിലൊക്കെ രക്ഷകർത്താക്കളുടെ പങ്കാളിത്തം വളരെ മെച്ചമായി വരുന്നുണ്ട്. മാലിന്യ വ്യാപനം ഏറെ ബാധിച്ചത് വിളപ്പിൽശാലയിലെ ജനങ്ങളുടെ ആരോഗ്യത്തെയായിരുന്നു. ജന്മവൈകല്യങ്ങളും ത്വക്കുരോഗങ്ങളും പകർച്ചവ്യാധികളും വ്യാപകമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. സ്ഥലത്തെ സർക്കാർ ആശുപത്രിയിൽ തിരക്കൊഴിഞ്ഞ നേരമുണ്ടായിരുന്നില്ല. ഇപ്പോൾ ചവർ സംസ്കരണശാല അടച്ചുപൂട്ടിയതോടെ രോഗങ്ങൾക്ക് അറുതി വന്നിരിക്കുന്നു. തങ്ങൾക്ക് നിലച്ചിരിക്കാതെ നഷ്ടമായ ആരോഗ്യ ചുറ്റുപാടുകൾ പൂർണ്ണമായും വീണ്ടെടുക്കാനുള്ള പോരാട്ടത്തിലാണ് ഇന്ന് വിളപ്പിൽശാല ജനത. കഴിഞ്ഞ 2 പതിറ്റാണ്ടായി വിളപ്പിൽശാലയുടെ നാഡീസ്പന്ദനം അറിയാവുന്ന ഡോക്ടർ സതീഷിന്റെ മേൽനോട്ടം ഇവർക്ക് ആശ്വാസമാകുന്നു. കൊച്ചുകുട്ടികൾക്ക് പ്രത്യേകിച്ചും ഒരുപാട് ചികിത്സിച്ചാലും മാറാത്ത പല രോഗങ്ങൾ, പിന്നെ മുതിർന്നവർക്ക് മാനസികമായ പിരിമുറുക്കം ഉൾപ്പെടെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് റീസെൻ്റായിട്ട് അങ്ങനെയുള്ള കേസുകളൊക്കെ വളരെ കുറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ആളുകളുടെ മാനസികാവസ്ഥയ്ക്കും ഒക്കെ ഒരുപാട് ഒരു നല്ല മാറ്റം ഉണ്ടായിട്ടുണ്ട്. അത് ഇവിടെ വരുന്ന രോഗികളുടെ എണ്ണം കുറയുകയാണ് ചെയ്യുന്നത്. ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളിലെ ഈ തിരിച്ചുവരവ് വിളപ്പിൽശാലയുടെ വരുന്നാളുകളെ കൂടുതൽ ശോഭനമാക്കും. സൂര്യ ന്യൂസ്, തിരുവനന്തപുരം. മാലിന്യം കല്യാണം മുടക്കി എന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. എന്നാൽ വിളപ്പിൽശാലയിലെ മാലിന്യ പ്രശ്നം കാരണം മുടങ്ങിയത് 100 കണക്കിന് യുവതി യുവാക്കളുടെ മംഗല്യ സ്വപ്നങ്ങളായിരുന്നു. മാലിന്യ ഗ്രാമം എന്ന പേരിൽ വിളപ്പിൽശാലയിൽ കഴിഞ്ഞ 10 വർഷക്കാലത്തിനുള്ളിൽ മുടങ്ങിയത് എണ്ണമറ്റ വിവാഹങ്ങളാണ്. ചവർ ഫാക്ടറിക്ക് താഴെ വീണതോടെ വീണ്ടും വിളപ്പിൽശാലയിൽ കല്യാണമേളങ്ങൾ ഉയർന്നു തുടങ്ങി. വർഷങ്ങളായി മുടങ്ങിക്കിടന്ന കല്യാണങ്ങൾ ആഘോഷപൂർവ്വം നടത്തുന്നതിന്റെ കാഴ്ചകളാണ് എങ്ങും.
ചവർ ഫാക്ടറിക്ക് സമീപത്തുള്ള കല്യാണ മണ്ഡപത്തിൽ ഇപ്പോൾ ബുക്കിംഗ് ഒഴിയുന്നില്ല. വിളപ്പിൽശാലയിലെത്തി പണം പിടുങ്ങി മുങ്ങിയ വിവാഹ ദല്ലാളന്മാർക്ക് കണക്കില്ല. അനാരോഗ്യപരമായ ചുറ്റുപാടുകളും ജീവിത സാഹചര്യവും കാരണം ഇവിടെ നിന്ന് വിവാഹം കഴിക്കുന്നതിനും ഇവിടേക്ക് പെൺകുട്ടികളെ കെട്ടിച്ചുവിടുന്നതിനും അന്യനാട്ടുകാർ മടിച്ചിരുന്നു. രക്ഷകർത്താക്കളുടെ ഒരു വലിയൊരു സന്തോഷമാണ് അവരുടെ കുട്ടികളുടെ വിവാഹങ്ങൾ നടക്കുന്നു എന്നുള്ളത്. പെൺകുട്ടികളെ വിവാഹം കഴിച്ചു കൊണ്ടുപോകാൻ താല്പര്യപ്പെട്ട് ചെറുപ്പക്കാർ വരുന്നു. ചെറുപ്പക്കാർ മറ്റ് സ്ഥലങ്ങളിൽ ചെന്ന് പെൺകുട്ടികളെ വിവാഹം കഴിച്ച് വിടുന്നതിന് അവിടുത്തെ രക്ഷകർത്താക്കൾക്ക് പൂർണ്ണ സമ്മതമാണ്. അങ്ങനെ എല്ലാം കൊണ്ടും വിളപ്പിൽശാലയിലെ മുഴുവൻ ജനങ്ങളും വളരെ സന്തോഷത്തിലാണ്. വിവാഹം കഴിഞ്ഞ യുവതി യുവാക്കൾ സ്വന്തം നാട്ടിൽ നിന്ന് കല്യാണം കഴിക്കാനാകാതെ മറുനാട്ടിൽ പോയി വിവാഹം കഴിച്ച് താമസിച്ച സംഭവങ്ങളും ധാരാളമുണ്ട്. ഓഡിറ്റോറിയങ്ങൾക്ക് പുറമെ പള്ളികളിലും ക്ഷേത്രങ്ങളിലുമെല്ലാം ഇനി കല്യാണത്തിന്റെ നാളുകളായിരിക്കും. പ്രണയത്തിനൊപ്പം കല്യാണം കൂടി മടക്കിക്കൊണ്ടുവരാനായതിന്റെ ത്രില്ലിലാണ് വിളപ്പിൽശാലയിലെ യുവജനത. വിളപ്പിൽശാലയിലെ പ്രണയത്തിന് ഒരു പരിധിവരെ ഇത്തരത്തിൽ ചിന്തകൾ കൊണ്ട് ഒരു പെൺകുട്ടികളെ പ്രണയിക്കാത്ത അവസ്ഥയുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ അത് മാറിയിരിക്കുന്നു. ഇവിടുത്തെ പെൺകുട്ടികളെ പ്രണയിക്കുവാൻ പുരുഷന്മാരുണ്ടായി. ഇവിടുത്തെ പെൺകുട്ടികളെ വിവാഹം കഴിക്കുവാൻ പുറത്തുനിന്ന് ആൾക്കാരെത്തി തുടങ്ങി. വിവാഹങ്ങൾ സജീവമായതോടെ സമൂഹത്തിന്റെ മറ്റു മേഖലകളും ഉണർന്നിരിക്കുന്നു. പ്രതിസന്ധികൾ ഏറെക്കുറെ തരണം ചെയ്തു കഴിഞ്ഞുവെങ്കിലും വിളപ്പിൽശാല ചവർ ഫാക്ടറി പൂട്ടിക്കൊണ്ടുള്ള ഔദ്യോഗിക ഉത്തരവ് സർക്കാർ ഇനിയും പുറത്തിറക്കാത്തതിനാൽ ജനകീയ സമിതിയുടെ നേതൃത്വത്തിലുള്ള സമരം 1000 ദിവസങ്ങൾ പിന്നിട്ട് ഇപ്പോഴും തുടരുകയാണ്. പ്രണയവും കല്യാണവും കച്ചവടവുമൊക്കെ വിളപ്പിൽശാലയിലേക്ക് മടങ്ങി വരികയാണ്. നല്ലൊരു നാളെയുടെ പ്രതീക്ഷയുമായി ക്യാമറമാൻ അനൂപിനൊപ്പം ദീപു കല്ലിയൂർ, സൂര്യ ന്യൂസ്, തിരുവനന്തപുരം.